ചാനൽ. സോ നമ്മളിന്ന് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആണ് കളിക്കാൻ പോകുന്നത്. സോ നമ്മളിന്ന് മെഗാ റാമ്പിൽ നമ്മൾ ഏതൊക്കെ വണ്ടികളാണ് നമ്മുടെ ഈ ഒരു റാമ്പില്ലേ, നമ്മുടെ വണ്ടികൾ ഇപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് അവിടേക്ക് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് എത്തുന്നത്, ഞാൻ സ്വന്തമാക്കുന്നത്. സോ ഫസ്റ്റ് വന്നേക്കുന്ന ഒരു സ്പോൺ അയക്കുന്ന ഒരു ലംബോർഗിനിയാണ്. സോ നമുക്ക് ഇത് ആദ്യം ടെസ്റ്റ് ചെയ്യാം. ഇതിന് പോകുന്നില്ല. ഇത് ലംബോർഗിനിക്ക് ആദ്യം അടി തട്ടും ഉണ്ടാക്കാണ് ഇത് കുറച്ച് എത്തുന്നു വിചാരിച്ചു. വണ്ടിയുടെ വണ്ടിയുടെ അയ്യോ ജസ്റ്റ് മിസ്. നമ്മൾ ഹെൽത്ത് നന്നായി പറഞ്ഞു. രക്ഷപ്പെട്ട്. ഇനി അടുത്തത് ഏത് വണ്ടിയാണ് സ്പോണാവാൻ നമുക്ക് നോക്കാം. അടുത്തത് ഏത് വണ്ടിയാണ്? ഇതാ ലംബോർഗിനിയുടെ അതേ സെയിം വണ്ടിയാണ്. എന്നുവെച്ചാൽ ലംബോർഗിനിയുടെ മാതിരി തന്നെയുള്ള അടി തട്ടണ വണ്ടിയാണ്. കോൺസെപ്റ്റ് ഇതിൻ്റെ അടി തട്ടൊക്കെ ചെയ്യട്ടാ. ലംബോർഗിനിയുടെ മാതിരി കണ്ടാ, ലംബോർഗിനി മാതിരി തന്നെ ഇത്. അയ്യോ വണ്ടിയുടെ പമ്പറേ പോയി. അയ്യോ വണ്ടിയുടെ ഡോറ് സൂപ്പറേ ഉണ്ട്. സൂപ്പർ. എടാ എന്ത് പണിയത്. അയ്യോ അവിടെ അടുത്ത് പോയി. അടുത്തത് ഏത് വണ്ടിയാ? ഒരു അടി തട്ടാത്ത വണ്ടിയായ കുഴപ്പമില്ല. അടി തട്ടാ എടാ അടി തട്ടണ വണ്ടി തന്നെ വീണ്ടും വന്ന് ലംബോർഗിനി ഹുറാക്കൻ. ഇത് ലംബോർഗിനി വീറ്റുമല്ല എന്നുള്ളത് ലംബോർഗിനി തന്നെയാണ്. ലംബോർഗിനി ഹുറാക്കൻ. ഇത് പക്ഷെ ആ ലംബോർഗിനിയുടെ മാതിരിയാണോന്ന് അതൊന്നും എനിക്കറിയില്ല. ബമ്പർ ഇപ്പൊ തന്നെ ഊരി പോന്നു. സൂപ്പർ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഇത് ഓരെണ്ണം പോലെ അടി തട്ടാത്ത വണ്ടികളെ ഇല്ലതിൽ വരുന്നില്ല. വണ്ടിനോട് വിജയിട്ടൊന്നും നല്ലോണം ഇതതിൻ്റെ ഫ്രണ്ട് ബമ്പറൊന്നുമുണ്ട്. ആ ഡാമേജ് ചെയ്യുന്നത് ഇനി എന്തോ ഈ മെഗാറാമ്പ് എടുത്തിട്ട് ചെയ്യാനാ. ഒരു അടി തട്ടാത്ത വണ്ടിയില്ല ഇതിന്. ഇതാ ഓടിയിലെ വണ്ടിയാണ്. ഔഡിയാണോ ഓടിയാണോ? ഓടിയിലെ വണ്ടി. ഇത് അടി തട്ടണ വണ്ടി തന്നെയാണ്. ഇത് ഒരൊക്കെ സ്പോർട്സ് കാറാണ്. ഇതെൻ്റെ മിസ്റ്റേക്ക്. ഞാൻ അറിയേണ്ട പതുക്കെ തന്നെ പോയി. ഞാൻ അത്ര സ്പീഡ് കൊടുക്കാൻ നിന്നില്ല. ഇതെങ്കിലും ഒരു അടി തട്ടാത്ത വണ്ടിയായാൽ മതിയായിരുന്നു. രക്ഷപ്പെട്ട്. ഇത് ഫോർച്യൂണറാണ്. ടൊയോട്ട ഫോർച്യൂണർ. ലെജൻഡർ അല്ല, സാധാരണ ഫോർച്യൂണർ. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ വണ്ടിക്ക്? പിന്നെയും കുഴപ്പമില്ല. നേരത്തെ വണ്ടികൾ അടി തട്ടുമ്പോഴേ ആ വണ്ടിയുടെ ഡോറൊക്കെ പോവും. അയ്യോ അങ്ങനെ വണ്ടിയുടെ കൺട്രോൾ പോയില്ലോ. രക്ഷപ്പെട്ടു. വണ്ടിയുടെ ചില്ലൊക്കെ പോയിട്ടാ. അയ്യോ ഒഴല്ലേ. വണ്ടിയുടെ ഡോറൊക്കെ പോയി, ചില്ലൊക്കെ പൊട്ടി. കുഴപ്പമില്ല. സേഫായിട്ട് ലാൻഡ് ആയില്ലേ. ഭാഗ്യം. ഈ വണ്ടിക്ക് അധികം കൺട്രോൾ ചെയ്യുക. വണ്ടിയുടെ ഡിക്കി വരെ പോയി. സൂപ്പർ. അയ്യോ നമുക്ക്
ഇവിടെ ഇതുവരെ ഒരു വണ്ടി പോലും അപ്പുറത്തേക്ക് കടന്നില്ല. എല്ലാ വണ്ടിയും പോയി. സൂപ്പർ കാർ പോയി. ഇപ്പൊ ഒരു SUV പോയി. അയ്യോ അമ്മേ, നമ്മളിപ്പോ ഫസ്റ്റ് ഇതില് ഉള്ള വീടിന്റെ അവിടെ വന്നു. നമ്മള് തോക്കൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഓടിയല്ല, ഓടിയാണ് ഓടിയല്ല. ഈ വണ്ടിക്ക് സ്പീഡ് ഉണ്ട്, പക്ഷെ ഈ വണ്ടിക്ക് തീരെ കൺട്രോൾ ചെയ്തൊക്കെ വണ്ടിയാ. ഇതുണ്ട ഇപ്പൊ ഈ അടി തട്ടണ വണ്ടിയാ. അയ്യോ അയ്യോ, വണ്ടി ഇപ്പൊ താഴെ പോയത്, ജസ്റ്റ് മിസ്. അയ്യോ 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 അയ്യോ, എന്റെ അമ്മച്ചി റിവേഴ്സ് ആയിട്ട് പോകും. സൂപ്പർ. നോ, ഇതില് ഒരു വണ്ടി പോലും കടന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഒരു വണ്ടി പോലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു വണ്ടി പോലും ഓരോ വണ്ടി ഇങ്ങനെ കടക്കുമ്പോഴേ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഇത് വീണ്ടും അടി തട്ടണ വണ്ടി തന്നെ, ലംബോർഗിനി. ഇത് സ്ട്രീറ്റ് റേസിൽ പറ്റിയ വണ്ടിയാണ്, അല്ലാണ്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയതല്ലേ. സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അയ്യോ 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 അയ്യോ, വണ്ടി പോലെ കണ്ടുപോയി. അറിയായിരുന്നു, ഫോർച്യൂണറിനാണ് ആദ്യം ഭാഗ്യം കിട്ടിയത്, അല്ലാണ്ട് ലംബോർഗിനി ഓടിയെന്നല്ല. ലംബോർഗിനി കമോൺ. അയ്യോ വണ്ടി തട്ടി. എന്റെ പൊന്നോ, വണ്ടി എങ്ങനെയാ പോണേ. സൂപ്പർ. അടാ അവിടേക്ക് ക്ലോസ് ആയിരുന്നു, ഇങ്ങനെ പോയേനാ, അല്ലെങ്കിൽ അത് എത്തിയേനെ. എനിക്കൊരു വണ്ടി പോലും സ്വന്തമാക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്, ഒരു വണ്ടി പോലും. ബൈക്ക് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് ബൈക്ക് വെച്ചിട്ടും ഈ മെഗാ റാമ്പിൽ സ്റ്റണ്ട് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും വീഡിയോ ഇടും. ഓക്കെ, പിന്നെ ഏത് സ്പോണിങ് ഒരു അടി തട്ടാത്ത കാരണം എനിക്ക് വേണ്ട. ഏതിപ്പോൾ അടി തട്ടാത്ത? നമുക്ക് ഫോർച്യൂണറേ ലെജൻഡറി സ്പോണിങ്. ഇതിന് ഈ ഫോർച്യൂണർ ലെജൻഡറിന് അങ്ങനെ അടി തട്ടില്ല. ഇത് ഫോർച്യൂണറിനല്ല. ഈ വണ്ടി നല്ല സ്മൂത്തായിട്ട് പോയി. അയ്യോ വണ്ടി ഇപ്പൊ തന്നെ പോയാ. ബെസ്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി. എന്ത് പണിയാ. അയ്യേ, ഈ വണ്ടിയും പോയി. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി. എന്റെ പൊന്നോ, അവിടെ സ്റ്റാർട്ടിങ് വണ്ടി എടുത്ത് കുറച്ച് നീങ്ങിയപ്പോഴേക്കും പോയി. എടാ ഇതെന്ത് കഷ്ടാ. ഇനി ഏതാ കാര്യം? ഇത് പോലീസിൻ്റെ വണ്ടിയാ. ഇത് അടി തട്ടാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഈ വണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. ഇത് അടി തട്ടുന്നില്ല. ഇടാതിരുന്നാൽ മതി. ഞാൻ ജോയ്സ്റ്റിക്കൊന്നും അമർത്തുന്നില്ല. ജോയ്സ്റ്റിക്കല്ല, മറ്റേ ഈ വണ്ടി തിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത്. ഭാഗ്യത്തിന് വണ്ടി വീണ്ടും പോയി. ആടാ ഈ വണ്ടിക്ക് ഭാഗ്യത്തിന്, പക്ഷെ ഈ വണ്ടി ആ ബിൽഡിങ്ങിന് മേടിക്കുകയുള്ളൂ. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് പൊളിഞ്ഞു.
ഇതില് നമുക്ക് ഒരു വണ്ടി പോലും സ്വന്തമാക്കാൻ പറ്റും തോന്നണ ചേട്ടാ എനിക്ക്. എല്ലാ വണ്ടിയും ചെയ്യാൻ നല്ല പാട്. ലംബോർഗിനി ആദ്യം കിട്ടിയ വണ്ടി തന്നെ ലംബോർഗിനി, അതന്നെ വീണ്ടും വന്നു. അയ്യോ 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 ഈ വണ്ടി ഇങ്ങനെ പോണേ തിരിഞ്ഞു പോകും. അല്ലേ അത്രോ ഓ ലംബോർഗിനി. നേരത്തെ ഫോർച്യൂണറിന് ഭാഗ്യം കിട്ടിയത് ലംബോർഗിനിക്ക്. ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ടാ. ഈ വണ്ടി ഇപ്പോ തീരെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. വണ്ടി ഇത് ബമ്പറൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അയ്യോ ഇപ്പൊ തന്നെ വീഴോ? അയ്യോ വീഴല്ലേ അയ്യോ വീഴല്ലേ. ഇവിടുന്ന് വീണാലും നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റില്ല. അല്ല വീടിന്റെ അവിടെ എത്തിയാലേ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റില്ല. ഈ വണ്ടി ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ലംബോർഗിനി ഈ ടെസ്റ്റിൽ പാസ്സായിരിക്കുന്നു. നമ്മൾ ആദ്യം എടുത്ത വണ്ടി നമ്മൾ ലംബോർഗിനിയാണ്. ആ ലംബോർഗിനി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇത് നമ്മുടെ ഡിഫൻഡർ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ലംബോർഗിനി പോയില്ല, കുഴപ്പമില്ല. ഈ പോലീസ് വണ്ടിയില്ലേ നമ്മൾ നേരത്തെ എടുത്തത്, ലംബോർഗിനിയുടെ മുമ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ പോലീസ് അയ്യോ ഞാൻ മറ്റേ ആരും അമർത്തിയില്ല. അയ്യോ വണ്ടി ഇങ്ങനെ പോണേ. എടോ ഈ വണ്ടിയും പോയി. നേരത്തെ ഫസ്റ്റ് കിട്ടിയ ലംബോർഗിനി ഇപ്പോൾ ടെസ്റ്റിൽ പാസ്സായി. ഇതിപ്പോൾ നേരത്തെ കിട്ടിയ വണ്ടി ഇപ്പോഴും പോയി. വണ്ടിയിൽ ഇങ്ങനെ നിന്ന് കണ്ടില്ല. ഓക്കെ, ലംബോർഗിനി ഹുറാക്കൻ. ഇത് അടി തട്ടണ വണ്ടിയാ, കണ്ട അടി തട്ടണ വണ്ടിയാണ്. ഈ വണ്ടി എന്തായാലും പോവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പൊന്നെ അയ്യോ ഇതെന്തത് അയ്യോ അയ്യേ. ലംബോർഗിനിക്ക് നേരത്തെ ലംബോർഗിനി വീറ്റുണ്ടായിരുന്നില്ലേ, അതെനിക്ക് ഫസ്റ്റ് കിട്ടിയത് നേരത്തെ പാസ്സായി. ഇതിപ്പോ നേരത്തെ കിട്ടിയോണ്ട് ഇപ്പോഴും പാസ്സായില്ല. അയ്യോ വണ്ടി തട്ടുന്ന സൗണ്ട് കിട്ടും, പക്ഷെ ഞാൻ അപ്പോഴേക്ക് ഇത് കൊറ്റിയത് ബാക്കി. ഓക്കെ, അടുത്തത് വണ്ടി ലംബോർഗിനി വീറ്റുക. ഇതിന് വീണ്ടും പാസ്സാവോ? ഇതെന്തത് ലംബോർഗിനിക്ക് മാത്രമാണ്. ഈ ഫോർച്യൂണർ വരെ ഭാഗ്യം കിട്ടിയിട്ട് ഫോർച്യൂണർ പോലും പാസ്സായില്ല. എന്നിട്ട് ലംബോർഗിനിക്ക് ഭാഗ്യം കിട്ടിയിട്ട് ലംബോർഗിനി പാസ്സായി. വണ്ടി ഇപ്പം നല്ല തോന്നുന്നുണ്ട്. ഭാഗ്യം അതിപ്പോഴും തോന്നിയ വീഴുന്നു. ഭാഗ്യമൊന്നുമില്ല. വണ്ടി പോയി. അയ്യോ ഇത്ര ആയിട്ടിനോ? അയ്യോ I can't do nothing. ഇതാ ഇതാ മറ്റേ വണ്ടി മെക്ലാറൻ നല്ല ഫാസ്റ്റ് വണ്ടിയാ. ഈ വണ്ടി കിടക്കോ? ഇത് അടി തട്ടണ വണ്ടി തന്നെയാ, വേറെ വ്യത്യാസമില്ല. അയ്യോ വണ്ടിയുടെ ഡോറ് പോയി, പക്ഷെ ഇതിന്റെ ബമ്പറൊന്നും പോയില്ല. ബെസ്റ്റ്. എടാ മെക്ലാറൻ പോയി. ഞാൻ വിചാരിച്ചില്ല മെക്ലാറൻ ഇങ്ങനെ പോകുന്നു. വണ്ടിയുടെ ഡോറല്ലേ പോണത്, ഇതവിടെ തട്ടിണ്ട്. അയ്യോ ബിൽഡിങ്
ബിൽഡിങ്ങിന് മുകളിലാ. പക്ഷെ ഞാൻ മെക്ലാറ് ഇങ്ങനെയാന്ന് വിചാരിച്ചില്ല കേട്ടാ. എടാ പക്ഷെ അടുത്തത് ഏതാ വണ്ടി? ബുള്ളറ്റാ. ബൈക്ക് നമ്മൾ അടുത്ത വീഡിയോയില്ല ചെയ്യും. ബൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ വീഡിയോ. പിന്നെ വേറൊരു ഗെയിം നിങ്ങൾക്കറിയാം, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ആ ഗെയിമിൻ്റെ വീഡിയോ വേണമെങ്കിലും ഞാൻ ഇടാം. ഇനി ഞാൻ ഏതാ എടുക്കാം? നമുക്ക് ടാർസൻ കാർ അടിത്തട്ടുള്ള വണ്ടി തന്നെയാണ്, പക്ഷെ എങ്ങനെ ഇത് പാസ്സായാലോ? കാറിൻ്റെ ഒരു സിനിമയുണ്ട്, അത് ഞാൻ കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട്, പിന്നെ കണ്ടിട്ടൊന്നും അയ്യേ ഇത് എന്നെ മറുതാന്ന് പറഞ്ഞു പോയി. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ പതുക്കെ പോയുള്ളൂ. ഒന്നുകൂടി ടാർസൻ കാർ ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ടാർസൻ കാറേ ഒന്നുകൂടി സ്മോളിങ്ങോ നമ്മുടെ എടുത്ത് പോയില്ലല്ലോ. ഇല്ല ടാർസൻ കാർ ഉണ്ടല്ലോ, ഈ ടാർസൻ കാർ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. RPG 3 2 അല്ല വേണ്ട ഞാൻ മണ്ടത്തരം കാണിച്ചു. ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗമില്ലേ, ഈ തീ കത്തണ ഭാഗം, അത് പോയാൽ മതി. വെറുതെ ഞാനിത് RPG വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഈ വണ്ടി എന്തായാലും അപ്പുറത്ത് കിടക്കേണ്ടതാണ്, കാരണം ഇത് നല്ല പോപ്പുലർ വണ്ടിയാണ് ടാർസൻ. അയ്യോ വണ്ടി തട്ടി, അയ്യോ വണ്ടി അല്ല പോയി. ജസ്റ്റ് മിസ്. വണ്ടി പുറത്തേക്ക് പോയനെ. വണ്ടി ഇപ്പോൾ പുറത്തു പോവല്ലേ? ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് പോവില്ല. ടാർസൻകാരന് നല്ല ഭാഗ്യമുണ്ട്. ടാർസൻകാരന് നല്ല ഭാഗ്യമുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഭാഗ്യമുണ്ടെന്ന്. ആ വീടിൻ്റെ അവിടേക്ക് എത്താൻ നോക്കിയപ്പോഴേക്കും വണ്ടി എൻ്റെ കയ്യില്ല. പുറത്ത് പോയി. അവിടെ ഇത് ഓടി ആറിയിട്ടാണ്. ഈ വണ്ടി എനിക്ക് ഇഷ്ടമല്ല. ഈ ഓടി ആറിയിട്ട് എനിക്ക് തീരെ പോകും. ഈ വണ്ടിക്ക് അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്ന് വെച്ചാൽ അടി തട്ടുന്ന. ആ ടാർസൻകാരന് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ നേരത്തൊക്കെ ഭയങ്കര അപ്പുറത്ത് വരെ പോയി. ഇത് കണ്ട, ഇത് ഇവരെ വരെ എത്തിയിട്ട് നേരെ താഴ്ച പോയി. മരത്തുമാട്ടി ഇതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ്. ഇതിൽ ടാർസൻ കാർ എത്തുമോ നോക്കാം. ടാർസൻ കാർ പോപ്പുലർ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി കടക്കാൻ നോക്കണമല്ലോ, കാരണം ഇതെൻ്റെ ഫേവറേറ്റ് കാറ്. ഇവിടെ നിന്ന് വണ്ടിയുടെ എല്ലാ പാർട്സും പോയോ? ജസ്റ്റ് മിസ്. ഇതെവിടെ താഴേക്ക് പോയാൽ പിന്നെ ഞാൻ വേറെ ചാൻസ് ഒന്നുമില്ല ഈ കാറിന്. കാരണം എത്ര വട്ടം ഞാൻ കുറേ ശ്രമിച്ചു നോക്കി. ആ വീടിൻ്റെ അവിടേക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷെ അപ്പോഴേക്കും വണ്ടി പുറത്തേക്ക് പോയി വീണ്ടും. ഓക്കെ, അപ്പം ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ്. അയ്യോ അടുത്തത്
912 ഇൻഫിനിറ്റി ഹെൽത്ത്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലീസ് സപ്പോർട്ട്. നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മുടെ ലംബോർഗിനി മാത്രമേ പാസ്സായിട്ടുള്ളൂ, വേറൊരു വണ്ടി പാസ്സായിട്ടില്ല. സോ അടുത്തത് ബൈക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ അല്ല ബൈക്കും വെച്ച് സ്റ്റണ്ട് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.